ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം പരബ്രഹ്മസ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ പാദകമലങ്ങളിൽ ശതകോടി പ്രണാമം. സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ, ഇന്ന് നമ്മൾ ആത്മോപദേശ ശതകം 35 മന്ത്രമാണ് മനനത്തിനായി എടുത്തിട്ടുള്ളത്. മന്ത്രം ഇപ്രകാരമാകുന്നു: ഒരു 10,000 ആതിഥേയർ ഒന്നായി വരുവതുപോലെ വരും വിവേകവൃത്തി, അറിവിനെ മൂടും അനിത്യമായയാം ഈ ഇരുളിനെ ഈർന്നെഴും ആദിസൂര്യനത്രേ. ഒരു 10,000 ആതിഥേയർ ഒന്നായി വരുവതുപോലെ വരും വിവേകവൃത്തി, അറിവിനെ മൂടും അനിത്യമായയാം ഈ ഇരുളിനെ ഈർന്നെഴും ആദിസൂര്യനത്രേ. നമുക്ക് വാക്കുകളുടെ അർത്ഥം നോക്കാം. ഒരു 10,000 ആതിഥേയർ, ഒരു 10,000 സൂര്യന്മാർ ഒന്നായി വരുവതുപോലെ, ഒന്നിച്ചുദിച്ചാൽ എന്നതുപോലെ വരും, സംഭവിക്കുന്നതാണ് വിവേകവൃത്തി, ആത്മബോധം. അറിവിനെ മൂടും, അറിവിന്റെ പൂർണ്ണതയെ പൊതിഞ്ഞു നിൽക്കുന്ന അനിത്യമായയാം, നിത്യമല്ലാത്ത മായ ആകുന്ന ഈ ഇരുളിനെ, ഈ അജ്ഞാനമാകുന്ന ഇരുട്ടിനെ ഈർന്നെഴും, പിളർന്നു മാറ്റി ഉദിച്ചുയരുന്ന ആദിസൂര്യനത്രേ. ആദിസൂര്യനാണ് ആത്മബോധം. ഒരിക്കൽ കൂടി പറയാം. ഒരു 10,000 സൂര്യന്മാർ ഒന്നിച്ചുദിച്ചാൽ എന്നതുപോലെ സംഭവിക്കുന്നതാണ് ആത്മബോധം. അറിവിന്റെ പൂർണ്ണതയെ പൊതിഞ്ഞു നിൽക്കുന്ന നിത്യമല്ലാത്ത മായയാകുന്ന ഈ അജ്ഞാനമാകുന്ന ഇരുട്ടിനെ പിളർന്നു മാറ്റി ഉദിച്ചുയരുന്ന ആദിസൂര്യനാണ് ആത്മബോധം. ഇനി നമുക്ക് ഈ വരികളുടെ ആന്തരികമായ അർത്ഥതലത്തിലേക്കൊന്ന് പോകാം. ഇവിടെ സ്വാമി തൃപാദങ്ങൾ ആത്മാനുഭവത്തെ ഭാഷയിലൂടെ വ്യവഹരിച്ചു തരാൻ ആവുകയില്ല എന്നാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. വ്യാവഹാരിക ഭാഷയിൽ ആത്മാവിന് തുല്യമായി ഒന്നും തന്നെ ഇല്ല. ഒരു മൂകനായ ആൾ ആദ്യമായി പഞ്ചസാര തിന്നുകയാണെങ്കിൽ ആ അനുഭവം എങ്ങനെ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും? നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? വളരെ പ്രയാസമല്ലേ ആ അനുഭവത്തെ മറ്റൊരാളിലേക്ക് പകർന്നു കൊടുക്കാൻ ആ മൂകനായ ആൾ ശ്രമിക്കുന്നത്. അതേപോലെയുള്ള ഒരവസ്ഥയാണ് ആത്മജ്ഞാനിയുടേത്. സ്വാമി തൃപാദങ്ങൾ മനുഷ്യമേധയെ ഭാവോജ്വലമാകുന്ന ഒരു ഉദാഹരണത്തിലൂടെയാണ് ഇവിടെ എടുത്തു കാണിച്ചിരിക്കുന്നത്. നമുക്കറിയാം, അറിവെന്ന് പറഞ്ഞാൽ അത് വെളിച്ചമാണ്. അറിവെന്ന് പറഞ്ഞാൽ വെളിച്ചമാണ്. ഒരു സൂര്യന്റെ വെളിച്ചം കൊണ്ട് തന്നെ ഈ ഭൂഖണ്ഡം മുഴുവൻ പ്രകാശപൂരിതമാണ്, അല്ലേ? ഒരു സൂര്യന്റെ വെളിച്ചം കൊണ്ട് തന്നെ ഈ ഭൂഖണ്ഡം മുഴുവനും പ്രകാശപൂരിതമാകുന്നു. എന്നാൽ ഒരു 10,000 സൂര്യന്മാർ ഒന്നിച്ചുയരുകയാണെങ്കിൽ ഇരുട്ടിന്റെ ഒരു ചെറിയ കണികയ്ക്ക് പോലും ഇവിടെ നിൽക്കാൻ പറ്റുകയില്ല, അല്ലേ? അതുപോലെയാണ് ആത്മസൂര്യൻ ഉദിച്ചാൽ. അജ്ഞാനത്തിൻ്റെതായ അന്ധകാരത്തിന് നമ്മുടെ ഉള്ളിൽ നിലയുറപ്പിക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല. അറിവിനെ മൂടിയിരിക്കുന്ന മായാ മൂടുപടം തുരന്ന് ആദിമമായ ആത്മസൂര്യന്റെ പ്രകാശം വെളിവാക്കുന്ന ഒരു ചിത്രമാണ് തൃപാദങ്ങൾ കാവ്യസുന്ദരമായിട്ട് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ഭാവുകത്വമൂറുന്ന ചിത്രം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന അനന്ത സാധ്യതകളെ ദീപ്തമാക്കാൻ പോരുന്നതാണ്. സ്വാമി തൃപാദങ്ങളുടെ അന്തരാനുഭൂതിയാണ് ഈ ശ്ലോകത്തിന്റെ പ്രമേയം. 35 മന്ത്രത്തിന്റെ ലഘുവായ വ്യാഖ്യാനം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ദിവസം നമുക്ക് അടുത്ത മന്ത്രവുമായി കണ്ടുമുട്ടാം. ഗുരുവും ശ്രീനാരായണ ധർമ്മം വിജയിക്കട്ടെ.